ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്വാദുള്ളതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു പച്ചമുളകിൻ്റെ അച്ചാറിടാം. ഇനി നമുക്ക് അത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ എരിയില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4 ടീസ്പൂൺ കടുക്, 4 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ടീസ്പൂൺ ഉലുവ, 4 ടീസ്പൂൺ ജീരകം, ഉപ്പ്, പിന്നെ ഒരു 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കടുകെണ്ണ, പിന്നെ കായം. ഇത്ര സാധനങ്ങളാണ് നമുക്കത് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുളവെടുത്തതിൻ്റെ ഓരോന്നിൻ്റെ ഞെട്ട് താണ്ട് ഇതുപോലെ നമുക്ക് ഇറുത്ത് മാറ്റാം. ഞാൻ 250 ഗ്രാം മുളവാണ് ഇത് അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഞെട്ട് നമ്മൾ ഇറുത്ത് കളയാതെ അച്ചാറിട്ട് കഴിഞ്ഞാൽ അത് അച്ചാർ കേടായി പോകും. ഇപ്പം ഞാൻ ആ മുളവിൻ്റെ ഞെട്ടെല്ലാം ഇറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്ക് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിയാം. ഇപ്പോൾ ആ മുളവെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉലുവ, കടുക്, ജീരകം, പെരിഞ്ജീരകം ഈ 4 കൂടെ നമുക്ക് ചൂടാക്കി പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിയാവാതെ തരിയായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഈ നാരങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ചൂടായാൽ മതി. അത് പരുവത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമുക്ക് ആ മസാല എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് തരിയായിട്ട് പൊടിച്ചെടുക്കാം. ആ മസാല തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ മുളകിലേക്ക്, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് മുളകിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടുകെണ്ണ ഒരു 4 ടീസ്പൂൺ കടുകെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെ അച്ചാറിടാൻ കടുകെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കായം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരുന്ന ആ നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ പച്ചമുളകിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് നാരങ്ങ നീര് ആണ് ഞാൻ ഒഴിച്ചത്. ചിലരൊക്കെ വിനാഗിരി ഒഴിച്ചുണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ നാരങ്ങ നീരാണ് ഒഴിച്ചത്. ഇത് 2 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. നമ്മളൊരു കണ്ണാടി ഭരണിയിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ലതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.